അപ്പോൾ നമ്മുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് വിക്ടറി ഡേ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന വിഷ്ണുപ്രകാശ് എന്ന് പറഞ്ഞ മിടുക്കനാണ്. ജെഇ മെയിനിലും അതുപോലെ തന്നെ അഡ്വാൻസിലും ഒരേപോലെ നല്ല റാങ്ക് വാങ്ങിച്ച ഒരു മിടുക്കനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് വിഷ്ണുപ്രകാശിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വിശേഷം, വിഷ്ണുവിൻ്റെ ഫാമിലി ഉണ്ടോ ഒപ്പം, അപ്പോൾ നമുക്ക് അവരോടും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഹായ് വിഷ്ണു. ഹലോ. എങ്ങനെയുണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നു? മീൻസ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി വീണ്ടും തിരിച്ച് ഇവിടേക്ക് വന്നൊക്കെയാണല്ലേ, അതും വിക്ടറി ഡേയിലേക്ക് വന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താ ഇപ്പോഴത്തെ ഫീലിങ്സ്? വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം വന്നപ്പോൾ ഇങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ പഠിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബ്ലെൻഡിൽ പഠിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അപ്പം മോൻ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു അല്ലേ? +1 +2 പള്ളിക്കത്തോട് സെൻട്രലായിരുന്നു ഉണ്ടായിരുന്നു. ആണല്ലേ. അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം? +2ൻ്റെ ഒപ്പം തന്നെ എൻട്രൻസും എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയത്? +1ൻ്റെ ഒപ്പം കൂടെ പഠിക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും എന്തായാലും അതിൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ് ടീച്ചർ സരിത മിസ്സും കോർഡിനേറ്റർ സജീവ് സാറും ഒക്കെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. നന്നായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ടീച്ചറുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ലേണും ആഴ്ചക്കുണ്ടായിരുന്ന എക്സാംസും എല്ലാം വളരെ നന്നായിട്ടും ആണല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒപ്പം കുറേ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ ഇന്ന് വിക്ടറി ഡേക്ക് എല്ലാവരും കൂടിയിട്ട്? ആണല്ലേ. അപ്പോൾ എവിടെയായിരുന്നു വീട്? കണ്ണൂരാണല്ലേ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അച്ഛനമ്മയൊക്കെ കൂട്ടി ഈ പ്രൗഡ് മൊമെന്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു കരിയർ എന്ന് പറയുമ്പോൾ മോന്റെ റാങ്ക് എന്ന് പറയുമ്പോൾ ജെഇ ഒന്ന് ജെഇ മെയിന് 7451 അഡ്വാൻസിന് 13515 ആണല്ലേ. അപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടിയത് എവിടെയാണ്? NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സാണ്. അതുപോലെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അല്ലേ കിട്ടിയത് സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് വിശേഷം പറയാനുള്ളത്? മോൻ ഇത്രയും നല്ല വിക്ടറി ഡേക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലെത്തി, ഇനിയും ഫ്യൂച്ചർ നല്ലൊരു NITയിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഹാപ്പി മൊമെന്റ്സ് എന്ന് പറയും? വളരെ സന്തോഷമുണ്ട്. കാരണം പിന്നെ നാട്ടിൻപുറത്തുള്ള ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു തുടങ്ങിയ വിഷ്ണുപ്രകാശ് തുടർന്ന് അവിടെ പരിസരത്തുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള JNBയിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. തുടർന്ന് ആണ് പള്ളിക്കത്തോട് ഇപ്പം ഈ അരവിന്ദ വിദ്യാലയത്തിൽ +1 +2 പഠിക്കാൻ വന്നത്. ബ്രില്യൻസിൻ്റെ കോച്ചിങ് നടത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും നല്ല നിലക്ക് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബ്രില്യൻസിലെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ അവിടുത്തെ മൊത്തം സ്റ്റാഫും നല്ല കോപ്പറേഷനായിരുന്നു. അപ്പം നല്ല നിലയിൽ തന്നെ ഈ വിജയം നേടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രില്യൻസിനോട് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും സ്വന്തം മോന് നല്ലൊരു റാങ്കൊക്കെ കിട്ടി, നല്ല അടുത്തുള്ളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ എന്താ സന്തോഷം ആ ഒരു റാങ്കൊക്കെ കിട്ടിയ ഒരു സമയത്ത് എന്തായിരുന്നു? നല്ല സന്തോഷമായിരുന്നു. നല്ല മോന് ഇത് കിട്ടിയതുകൊണ്ട് ഭയങ്കരമായ സന്തോഷമാണ്. അതിൻ്റെ കൂടെ തന്നെ കീമിൻ്റെ അകത്ത് നല്ല റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. 139ാമത്തെ റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമാണ്. എല്ലാത്തിലും നല്ല സന്തോഷം തന്നെ. അപ്പോൾ കീമും ജെഇയും അതുപോലെ തന്നെ അഡ്വാൻസ് ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ MSc മാത്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അനിയനെ കുറിച്ചിട്ട്, അനിയൻ്റെ ഈ വെച്ചാൽ ഇപ്പോൾ അവൻ ഹോസ്റ്റലിൽ മാറി നിന്ന് പഠിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? അവൻ 6 മുതൽ JNB പോയതുകൊണ്ട് തന്നെ അന്നേരം ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ശരിയായി. പിന്നെ അത് പിന്നെ അടുത്തായിരുന്നു. ഇത് പിന്നെ കോട്ടയത്തായതുകൊണ്ട് കുറച്ചും കൂടി ദൂരമായിരുന്നു. എന്നാലും ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നു നമ്മളെല്ലാവരും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളത് ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? ശരിക്കും ആ ഒരു റാങ്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് കരസ്ഥമാക്കാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുക, ആ ഒരു ഫേസ് ഇത്തിരി ടഫാണല്ലേ? പല സമയത്ത് നമ്മൾ തകർന്നു പോവും, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്? മീറ്റിങ്ങിന് ചേരുമ്പോൾ, അതായത് ഇവിടുത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഡയറക്ടർമാരെല്ലാവരും വളരെ നന്നായിട്ട് അച്ഛനും അമ്മയും കയറിയിട്ട് അവർ പറഞ്ഞ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നോട് ഈ ഭയങ്കര ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഡയറക്ടർമാർ പറയാറ്. അതുപോലെ തന്നെ എനിക്ക് മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ തന്നെ ഇവർ നന്നായിട്ട് ആഴ്ചയിൽ വിളിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്. വളരെ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പല മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ടെന്ന് മോൻ പറഞ്ഞല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അതുപോലെ നിങ്ങൾക്ക് ഫാമിലിയിൽ ഇപ്പോൾ മോൻ ഇവിടെ പഠിക്കുകയാണെങ്കിലും ഫുൾ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നുണ്ടാവും വീട്ടിലിരുന്നിട്ട്, എങ്ങനെയാണ് പഠിക്കുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും ഇവിടെ ബ്രില്യൻസിൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും നടക്കുന്ന എക്സാം, അതിൻ്റെയൊക്കെ തുടർപ്രവർത്തനം വന്ന രീതിയിൽ ഇവിടുത്തെ ഡയറക്ടേഴ്സ് കൂടിയിരുന്നു കൊണ്ട് എല്ലാ ആഴ്ചയിലും നടത്തുന്ന എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ കയറാറുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ വിശദമായ ഈ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ചർച്ചയും കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് ശേഷം പിന്നെ ഓരോ വിളിയിലും ആ കാര്യങ്ങളാണ് ശ്രദ്ധപ്പെടുത്താറുണ്ട്. കാരണം ചില ഘട്ടങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ സ്കോർ ഇല്ലാത്ത പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു വിഷയമാക്കേണ്ടതില്ല. ഏതായാലും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് തുടർന്നും ആ രീതിയിൽ നിൻ്റെ ഒരു
മാക്സിമം നീ ട്രൈ ചെയ്ത് നോക്കുക, പരമാവധി നോക്കുക. ആ രീതിയിൽ തന്നെ അവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു റിട്ടേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിപ്പം കീമിലിപ്പം 139 റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് പള്ളിക്കത്തോട് ആ സ്കൂൾ ബാച്ചിൽ ടോപ്പായിരുന്നു. പൊതുവേ അവിടെ എന്താ പറയണ്ട, അതുപോലെ നമ്മളെ പിന്നെ കാറ്റഗറി ബേസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ കുട്ടിക്കാണല്ലോ, ധ്രുവ് സുമേഷ്, നമ്മുടെ ബാച്ചിലെ കുട്ടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ സ്കൂളിലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു സഹായം, ഈ ബ്രില്യൻ്റ് വന്നുകൊണ്ട് മാത്രം ഈ രീതിയിൽ കരസ്ഥമാക്കിയതിന് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ബ്രില്യൻറ്റിനെ എല്ലായ്പ്പോഴും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനല്ലേ, മോനിങ്ങനെ ദൂരെ മാറി നിൽക്കുകയാണ്, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോൻ എല്ലാ പ്രാവശ്യം വിളിക്കുന്ന സമയത്തും എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എക്സാമിനെ കുറിച്ച് A to Z കാര്യങ്ങളും എല്ലാം പറയാറുണ്ട്. അതിന് ഞാൻ നല്ലതുപോലെ അവനെ മോട്ടിവേഷൻ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാറ്. ഒരു ചില എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അതിനെ നമ്മൾ പറഞ്ഞ് മുന്നോട്ടെത്തിക്കാനുള്ള മോട്ടിവേഷൻ അവന് കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് റാങ്കുകളൊക്കെ അറിയാം, എല്ലാ റാങ്കുകളും കൃത്യമായി അറിയലുണ്ട്, എല്ലാ റാങ്ക് ലിസ്റ്റും കൃത്യമായി നോക്കാറുണ്ട്, എല്ലാ മീറ്റിങ്ങിലും കയറാറുണ്ട്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ ഒരു മൊമെൻറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ലൊരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.